ആഴ്ചയിലൊക്കെ നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 75,000 രൂപയുടെയൊക്കെ ചീര മാത്രം. ഈ ചീര മാത്രം തൈയായിട്ടും ചീരയായിട്ടും കൊടുക്കുന്നുണ്ട്. ഈ ചീര സാധാരണ ചീരയല്ല, ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണതോ കടയിൽ വിൽക്കണ ചീര ഒന്നല്ല. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഈ ചീരയൊക്കെ വിറ്റ് വല്ലതും കിട്ടുമോ? ഈ ചീര സാധാരണ ചീരയല്ല, ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണതോ കടയിൽ വിൽക്കണ ചീര ഒന്നല്ല. ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ്. ഇതെനിക്ക് ഓർഡർ തന്നിട്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്ക് ഇത് അയക്കേണ്ട. അതുകൂടാണ്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് എനിക്ക് ഈ ചീരയായിട്ട് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ച ഒരുപാട്. പക്ഷെ കേരളത്തിനകത്ത് മാത്രമേ ചീരയായിട്ട് അയക്കണുള്ളൂ. തൈയായിട്ട് ഇന്ത്യക്ക് ഇന്ത്യയിലെല്ലാവിടെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ലക്ഷദ്വീപിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ 10 ദിവസത്തേക്കുള്ള ചീരയാണ് എടുത്തു വെച്ചേക്കണത്. 10 ദിവസത്തേക്കുള്ളതാണ് നമ്മളൊരു പാക്കറ്റ് കൊടുക്കുക. 10 ദിവസത്തേക്കുള്ളതാണ് കൊടുക്കണത്. അപ്പൊ 10 ദിവസത്തേക്ക് ഇവരിത് ഫ്രിഡ്ജിന്റെ അടിയിലത്തെ ബോക്സിൽ. അപ്പൊ ഇതിപ്പോ എനിക്ക് എന്ന് വെച്ചാൽ കൊടുക്കാനില്ലാത്ത കാരണം ആളുകള് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കണേണ്. ഇപ്പൊ ഈ ചീര കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാല് എന്നെ 2 മാസം മുമ്പ് വിളിച്ച ഒരാൾക്കാണ്. അയാള് തൈ മേടിച്ച് നട്ടിരുന്നു. പക്ഷെ ചീര ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോ ഇന്നലെ വിളിച്ചിട്ട് ചീര കൊടുക്കണം പറഞ്ഞപ്പോ ആ കൃഷിക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ചീര ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കണത്. അത്രയ്ക്ക് ഡിമാൻഡുള്ള ചീരയാണ്. അത്രയ്ക്ക് ഡിമാൻഡുള്ള ചീരയാണ്. കാരണം ഇതൊക്കെ നമ്മൾ വരുന്നതുകൊണ്ട് ഉമ്മ എടുത്ത് വെച്ചതാണല്ലേ? അതെ അതെ, ഇതൊക്കെ ഞാൻ ഹോസ്റ്റൽ വഴി ഇന്ത്യയിലെല്ലാവിടവും അയച്ചു കൊടുക്കണേ. തൈയായിട്ടും നിങ്ങൾക്ക് ഇതിന് ബിസിനസ് പിടിയിട്ടില്ലേ? ഈ സംഭവം നമ്മൾ ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന ചീര കച്ചവടക്കാരി അല്ല ഉമ്മ എന്നുള്ളതാണ്. യൂട്യൂബ് ചാനലുണ്ട്, സുൽഫത്ത് ഡയറി എന്ന് പറയുന്ന, സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിന്റെ കെയർ ഓഫിലാണ് ഇപ്പോൾ അയക്കുന്നത്. ആ ഓർഡർ എന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു ഉമ്മയുടെ അടുത്ത്, അല്ല ഇതൊക്കെ ശരിക്കും നടക്കുന്ന ബിസിനസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു മാസം എത്ര രൂപ? ഒരു മാസം കുറഞ്ഞത്. കാരണം ചില ടൈമിലൊക്കെ എനിക്ക് ആഴ്ചയിലൊക്കെ നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 75,000 രൂപയുടെയൊക്കെ ചീര മാത്രം. ഈ ചീര മാത്രം തൈയായിട്ടും ചീരയായിട്ടും കൊടുക്കുന്നുണ്ട്. ആവറേജ് 75,000 രൂപ കിട്ടുന്നുണ്ടെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മ കുറെ പ്രാവശ്യം ചോദിച്ചോ പറഞ്ഞു ഈ തെളിവ് കാണണോ എന്ന് ചോദിച്ചിട്ടേ തെളിവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് അത്യാവശ്യം ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്ന് വെച്ചാൽ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഏരിയ നമുക്ക് പരിചയപ്പെടാം, കൃഷി രീതി ഒക്കെ പരിചയപ്പെടാം. ഓക്കെ, പിന്നെ നമ്മ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് കൊടുക്കണത്. അവരിത് കിട്ടിക്കഴിഞ്ഞ ഇപ്പൊ ഇതേപോലെ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് കേടാകാണ്ട് ഫ്രഷ് ആയിട്ട് ഇവർക്ക് കിട്ടും. അവര് ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് പേര്, 1-2 പേരൊന്നല്ല, ഒരുപാട് പേരാണ് ഇത് മേടിച്ച് കഴിച്ച് ഉപയോഗിച്ചിട്ട് അവർക്ക് ഫലം കണ്ടിട്ട് വേറെ ആൾക്കാരോടും പറഞ്ഞ് അവരോട് ഇവിടെ വന്നാൽ പറഞ്ഞു തരും കഴിക്കേണ്ടത് വരെ ഞാൻ ആരോടും ചീര കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഡോക്ടേഴ്സും വൈദ്യന്മാരൊക്കെ ഈ ചീര കഴിക്കാനായിട്ട് ആളുകളോട് പറഞ്ഞിട്ട് ചീര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ആകാശവാണി കൊച്ചി FM-ന്റെ